അല്ലേ? വെറും പ്രൗഢിക്ക് വേണ്ടി ഇത്ര വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഈ ഫോണ് അവൻ വാങ്ങാൻ. അത് വാങ്ങി കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് വിൽക്കണം എന്ന് വിചാരിച്ചാൽ ഈ 2500 രൂപ ഫോൺ അത് കിട്ടുമോ? കിട്ടൂല, വില കിട്ടൂല എന്ന്. കാരണം അത് സെക്കൻഡ് ഹാൻഡായി പോയി. അപ്പൊ ഈ ഒരു മനോഭാവം എവിടുന്നാണ് നമ്മൾക്ക് വന്നത്? ആഡംബരഭ്രമം എന്നാണ് അതിന് പേര്. എന്നിട്ട് ഒരു ഉപകാരമില്ലാതെ വിളിച്ചുകൊണ്ടേയിരിക്കും ആവശ്യമില്ലാതെ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കൂ, ഈ ഒരു മാസം നിങ്ങൾക്ക് നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ എത്ര റിയാൽ ചെലവായി നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് കഴിവുള്ളവനല്ല ചെയ്യുന്നത്, ഒരു ബിസിനസ്സുകാരനല്ല ചെയ്യുന്നത്. 800 റിയാലിന് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവനും 250-300 റിയാലിന് ഫോൺ ചെയ്യാണ് ഒരു മാസത്തിൽ. എന്താണ് ഇവന് പറയാനുള്ളത്? ഒന്നുമില്ല, നാട്ടിൽ വിളിച്ചിട്ട് സുഖല്ലേ? ആ സുഖമാണ്, വിശേഷങ്ങൾ. പിന്നെ ഒന്നുകൂടി ചോദിക്കും സുഖം തന്നെ അല്ലേ എന്ന്. ഇങ്ങനെ ഒരു പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോൾ ഒരു 15 വട്ടം സുഖമല്ലേ എന്ന് ചോദിക്കും. ഒരിക്കൽ ചോദിച്ചാൽ മനസ്സിലാവില്ലേ സുഖമാണെന്ന്. ഇനി അവിടെ സോക്കടുണ്ടെങ്കിൽ തന്നെ അവരിപ്പോൾ പറയാനിരിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര സോക്കടാണ്, അറിയോ? എല്ലാവരും സുഖം തന്നെയല്ലേ പറയാ. എന്താണ് ഇതിങ്ങനെ ആവർത്തിച്ച് സുഖമല്ലെന്ന് ചോദിക്കാൻ? ഹജ്ജിനൊക്കെ വന്നാൽ സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് കഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഒരു ഫോൺ ഉണ്ടാവും നമ്മളെ കയ്യിൽ. എന്നിട്ട് ഏതെങ്കിലും ബന്ധുക്കളിലുള്ള ഒരാൾ ഹജ്ജിന് വന്നിട്ടുണ്ടാവും. ഏതെങ്കിലും താത്താന്റെ, നാത്തൂന്റെ, മൂത്തച്ഛന്റെ പിന്നെ പെണ്ണുങ്ങളോ എന്തെങ്കിലും ഒരു ബന്ധമായിരിക്കും ഉണ്ടാകുക, എവിടെയോ ഒരു പറഞ്ഞു കേട്ട ബന്ധം. എന്നിട്ട് വിളിച്ചിട്ട് പാത്തുമാത്താനൊന്ന് കിട്ടുമോ? നീയാരെ പാത്തുമാത്താന്റെ? അതിന്റെ മാപ്പിളന്റെ പെങ്ങളെ നാത്തൂന്റെ ഇളച്ചിന്റെ മോനാണെന്നൊക്കെ പറയും. ഈ താത്താടൊന്ന് ചോദിച്ചാൽ എനിക്ക് അവൻ അറിയില്ല, അറിഞ്ഞാൽ. പക്ഷെ അവനെന്താ ഇത് കിട്ടാൻ പറ്റൂല. എന്നിട്ട് 3-4 ഫ്ലോറിൽ ഈ താത്താനെ തെരഞ്ഞെടുക്കോളം ഫോൺ ചെയ്തുകൊണ്ട് കേട്. ഫോൺ കൊടുത്താൽ എന്താ പറയാനുള്ളത്? സുഖല്ലേ സുഖല്ലേ എന്ന് ചോദിക്കുക. ഈ ആളെ തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ബെല്ല് പരസ്പരം കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുമാണ് ഇവന് നാട്ടിൽ വിളിച്ചിട്ട് ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു കേട്ടോ, വളരെ സുഖമാണെന്ന് പറയാൻ. ഈ വിവരം അങ്ങോട്ട് പറയണം. എന്നിട്ട് അവര് നാട്ടിൽ എല്ലായിടത്തും വിളിച്ചിട്ട് പിന്നെ അവിടുന്ന് ജിദ്ദിന്ന് വിളിച്ചിരുന്നു, വിവരം കണ്ട് വളരെ സുഖമാണ്. ഇവിടുത്തെ കിടക്കേറ് പോലെ അറിയില്ലല്ലോ, ഇതിനെ ജലദോഷം പനിയും ചീരാപ്പും എല്ലാം കൂടി കണ്ട് ചിലപ്പോ നമ്മൾ കിടക്കാറായിട്ടുണ്ടാവും ഗുളി കൊടുത്ത് കണ്ട്. ഇവൻ ജിസാനിന് വിളിച്ചുകാണ്ട് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാനാ ഇവന്? അവിടെ നിന്ന് കണ്ടുവല്ലോ ചെയ്യാൻ പറ്റും? മരുന്ന് നമ്മൾ തന്നെ കൊടുക്കണ്ടേ? ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഫോൺ ചെയ്യുന്നത്. കുവൈത്തുനിന്ന്, UAE-ന്ന് വിളിക്കാനെ ഫോൺ എങ്ങനെ വിളിച്ചിട്ട് സുഖല്ലേ, എന്നിട്ട് അതിനൊന്ന് കൊടുക്കാറ് അതിന് ചോടും കേൾക്കൂല, ചിലപ്പോൾ കണ്ടു കാണൂല. എന്നിട്ട് 1/2 മണിക്കൂർ ഹലോ എന്നും പറഞ്ഞു കാണ്ട് വെറുതെ പൈസ കളി. എത്രയും വേസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു കാശുള്ളവരല്ലേ ചെയ്യുക. അവരിതിനൊന്നും ജോലിക്ക് വേറെ പണി ഉണ്ടാവും. വലിയ ബിസിനസ്സുകാർ ഇപ്പം ഇങ്ങനെ ഫോൺ ചെയ്ത് കണ്ടിട്ട് നേരം കളി ജോലിക്ക് ബിസിനസ് ഫോൺ ചെയ്യേണ്ട വേറെ വിഷയമാണ്. ഇത് ഈ ചില്ലറക്കാരാണ്, ചെറുകിട ജോലി ചെയ്യുന്നവർ, ചെറിയ വരുമാനക്കാർ. അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ഈ ഫോൺ ചെയ്ത് കണ്ട് നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്, ഒരു പ്രയോജനമില്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളിവിടെ ഒരു 10-15 കൊല്ലമൊക്കെ മുമ്പ് നാട്ടിൽ ഇങ്ങനെ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസം ഫോൺ ചെയ്യലായിരുന്നു. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു കത്ത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കിട്ടിയെങ്കിലായി. ആ ഒരു കത്താണ് ആകപ്പാടുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ. എന്നിട്ടിപ്പോൾ എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ ഫോൺ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും മാസത്തിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യം വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞേക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിൽ ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞാൽ മതി. എത്ര പേർ സംഭവമുള്ളൂ? ദിവസവും രാവിലെയും വൈകുന്നേരവും ഫോൺ ചെയ്തിട്ട് സുഖല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു സംഗതിയും അതിലില്ല. പല ആളുകളും യാഥാർത്ഥ്യങ്ങളല്ല ഈ ഫോണിലൂടെ സംസാരിക്കണ യാഥാർത്ഥ്യങ്ങൾ പറയാൻ പറ്റൂലല്ലോ പലപ്പോഴും. ഓടുള്ള വിഷമങ്ങൾ അങ്ങനെ ഫോണിലൂടെ പറഞ്ഞ് പിന്നെ ടെൻഷൻ ആവില്ല എന്ന് കരുതിയിട്ട് പലരും പറയില്ല. എന്നാലും വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഫോൺ മാനിയ ഉണ്ടല്ലോ, ഈ ഫോൺ ചെയ്യാനുള്ള മനോഭാവം, ഇത് നമ്മൾ ഉപേക്ഷിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ പലപ്പോഴും സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കും പല ആളുകളും ഇത് ചെയ്യുന്നത്. അവൻ വിളിച്ചില്ല, എന്നിട്ട് അത് പരാതി അറിയും. ഒന്ന് വിളിച്ചില്ല, ഞാൻ വിളിച്ചില്ല എന്നുള്ള പരാതി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ വിളിക്കാൻ. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആള് കണ്ടില്ലേ, അവിടെ എപ്പോഴും ഫോൺ വരും ജിദ്ദിന്ന്, നിങ്ങൾ എന്താ ഒന്ന് വിളിക്കും കൂടി ചെയ്യൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ബെന്നെ മോശം. ഇനിയിപ്പോ അപ്പുറത്തുള്ള പേർക്കാരെങ്ങനെ ദിവസം വിളിക്കണല്ലേ, ഞാനായിട്ട് വിളിക്കാതെ കണ്ടത്. പിന്നെ ബെന്റെ വിളി കണ്ടാണ്ട് അങ്ങേ വരിയിൽ ഒരു സാധുണ്ട് പെണ്ണുങ്ങളുണ്ട്. ഓളും തന്നെ നിങ്ങളെന്ത് മനുഷ്യനാണ്, ഇപ്പൊ ഇവിടെ കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോക്കറാക്കാട് മേമാക്കാടൊക്കെ എന്നും പോലെ വിളിച്ചാൽ നിങ്ങൾ എന്താ ഒന്ന് വിളിക്കാത്തെന്ന് ചോദിച്ചാണ്ട് പിന്നെ ഇവനും കുടുങ്ങിയേല്. പിന്നെ ഇവനും വിളിക്കാന്. എത്ര കോടി റിയാലാണ് ഒരു ദിവസം ഈ മൊബൈൽ കമ്പനിന്റെ അക്കൗണ്ടിൽ വരുന്നത്? നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ മൊബൈൽ കമ്പനികൾക്കും 10 ലക്ഷം 12 ലക്ഷം വരിക്കാറുണ്ട്. കുട്ടികൾ വരെ, ചെറിയ കുട്ടികൾ വരെ, ഓട്ടോറിക്ഷക്കാര്, എല്ലാ ഓട്ടോറിക്ഷക്കാരത്തും മൊബൈലാണ്. ആകെ ഒരു ദിവസം 150 റുപ്യക്കാണ് ഓട്ടോറിക്ഷ ഓടുക. എന്നിട്ട് അതിന് 100 റുപ്യക്ക് ഇങ്ങേ ഓട്ടോറിക്ഷ കുത്തുന്ന അങ്ങേ ഓട്ടോറിക്ഷയ്ക്ക് ഫോൺ ചെയ്താണോ കളിയും? വെറുതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, വെറുതെ വിളിക്കാനേ, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഭൗതിക ലോകത്തിന്റെ ഈ തന്ത്രങ്ങളിൽ ഇതൊരു തരം ടെക്നിക്കാണ്, വിപണന മാർക്കറ്റിംഗ് തന്ത്രമാണ്.
ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ നമ്മളാണ് വശംവദരാകാൻ. എന്നിട്ട് ആഡംബരങ്ങൾക്ക് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി അതുണ്ട് ഇതുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കണ്ട് അധ്വാനിച്ച കാശും തൊലച്ചു കളയുന്ന എത്രയോ ചെറുപ്പക്കാരെ കാണും. നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെലവുകൾ ഒഴിവാക്കാൻ കഴിയുന്നതുണ്ട്. നിങ്ങളിപ്പോൾ ചെലവാക്കുന്നതിൽ നല്ലൊരു ശതമാനം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന ചെലവുകളാണ്. ആവശ്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത ചെലവുകൾ ഇപ്പോഴുള്ളതിൽ നിന്ന് പകുതിയൊക്കെയാണ് ചുരുക്കാൻ പറ്റും. അതിന് സഹകരിക്കുകയാണ് കുടുംബങ്ങൾ, ഭാര്യമാരും കുട്ടികളൊക്കെ ചെയ്യേണ്ടത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലികമായി ഈ ജീവിതത്തിനേക്കാളും ഉപരിയായിട്ട് ഗൾഫ് ശാശ്വതമൊന്നല്ല. ഇവിടുന്ന് തിരിച്ചുപോയാൽ നാട്ടിലും ഒരു സുരക്ഷിതമായ ജീവിതം വേണ്ടേ? അപ്പൊ അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും വീടും സൗകര്യങ്ങളൊക്കെ വേണ്ടേ? ആ ഒരു ബോധം എല്ലാ ആളുകൾക്കും വേണം. ഭാര്യമാർക്ക് വേണം, മക്കൾക്ക് വേണം, എല്ലാവർക്കും വേണം. പണം ചെലവഴിക്കുമ്പോൾ നീ ഒരാളെങ്ങനെ ചെലവഴിക്കുകയാണെങ്കിൽ തന്നെ കൺട്രോൾ ചെയ്യേണ്ടത് സ്ത്രീകളാണ്. അങ്ങനെ അനാവശ്യമായിട്ട് ഒരാൾ ചെയ്യേണ്ടി വന്നാൽ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് കിട്ടിയത് കൊണ്ട് മതിയാക്കാം. ആ കനാഅത്ത്, കിട്ടിയത് കൊണ്ട് മതിയാക്കുക എന്നുള്ള ഒരു സംതൃപ്തി, ആ ഒരു മൈൻഡ് നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കി തീർക്കലാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം. ആ ഒരു ജീവിത രീതിയാണ് റസൂലും സഹാബത്തൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. സഹാബിയാത്തുകളായ സ്ത്രീകളൊക്കെ അങ്ങനെ വളരെ ശാന്തമായിട്ട് ജീവിച്ചിരുന്ന സഹോദരിമാരല്ലേ. അവർക്ക് കിട്ടിയതിൽ അവർ വളരെ സംതൃപ്തരായിരുന്നു. ഒരു ആഡംബരങ്ങളും അവർ തിരിച്ചു വച്ചിട്ടില്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ആട്ടുതോൽമേൽ എങ്ങനെ കിടക്കുക, നിങ്ങളൊരു വിരിപ്പ് വാങ്ങിക്കൊണ്ടു തരൂ എന്ന് ഫാത്തിമ ബീവി പറഞ്ഞിട്ടില്ല. പട്ടിണി കിടന്നിട്ട് കുട്ടികളായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ആ കുട്ടികൾക്ക് വിശക്കുന്നെങ്കിൽ നിങ്ങൾ എന്താ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവർ അതിൽ സംതൃപ്തരാണ്. അൽഹംദുലില്ലാ എന്നാണ് അപ്പോഴവർ പറയുന്നത്. കിട്ടിയതിൽ വളരെ സംതൃപ്തരാണ് എന്ന്. ആ ഒരു മനോഭാവം വളർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കിട്ടിയതിൽ സംതൃപ്തരാകുന്ന മനോഭാവം. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ മുസ്തഹായ, ആരും കൊതിച്ചു പോകുന്ന രീതിയിലുള്ള സാധനങ്ങൾ അത് നിങ്ങൾ ഉപേക്ഷിക്കണം. നമ്മളൊരു പുരണ്ടാക്കുകയാണെങ്കിൽ ആളുകളൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു പുരട്ടോ എന്ന് പറഞ്ഞു പോകരുത്. അവൻ പുരത്ത ഒരു ആവശ്യത്തിനുള്ള പുര എന്നേ അതിനെപ്പറ്റി പറയാവൂ. നമ്മളൊരു വസ്ത്രധാരണമോ നമ്മളൊരു വാഹനമോ കണ്ടാൽ വല്ലാത്തൊരു വാഹനം അല്ലെ വല്ലാത്തൊരു വസ്ത്രം ആളുകൾ പറഞ്ഞു പോകരുത്. അതൊരു ആവശ്യത്തിനുള്ളതാണ് എന്നേ ആളുകൾ പറയാവൂ. ആളുകളെ ഭയപ്പെട്ടത് കൊണ്ടല്ല, പക്ഷേ ആളുകൾ ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള ആഡംബരങ്ങൾ ഉപേക്ഷിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട്. സ്വർണത്തിന്റെ പാത്രം ഉപയോഗിക്കൽ ഹറാമല്ലേ? എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ പാത്രം ഹറാമായത്? സ്വർണം ഉപയോഗിക്കൽ ഹറാമായത് എന്തുകൊണ്ടാണ്? സ്വർണത്തിന്റെ തലകയിൽ ഭക്ഷണം കഴിച്ചാൽ അസുഖങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. കാരണം ഒരു കളങ്കമില്ലാത്ത ലോകത്തെ ഒരേ ഒരു ലോഹമാണ് സ്വർണവും വെള്ളിയും. അതിലെന്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും അതിന് ക്ലാവ് പിടിക്കുക അല്ലെങ്കിൽ അതിന് വല്ല കെമിക്കൽ ഉണ്ടാകുക ഒന്നും ഉണ്ടാവില്ല. ഇരുമ്പിന്റെ മറ്റൊരു ലോഹത്തിന് പോലെയല്ലോ, അലുമിനിയത്തിന്റെ ഒന്നും മാതിരില്ല സ്വർണം. അതിന് ഒരു കളങ്കുണ്ടാകാത്ത ലോഹമാണ് സ്വർണം. എന്നിട്ട് അങ്ങനത്തെ ശുദ്ധമായൊരു ലോഹം ഉണ്ടായിട്ട് അതിൽ ഭക്ഷണം കഴിക്കൽ, അത് പാത്രമായിട്ട് ഉപയോഗിക്കൽ, വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കൽ അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ലേ ഹലാലാക്കേണ്ടത്? അല്ല. എന്താ കാരണം? പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇൻകിസാറു ഖുലൂബിൽ ഫുഖറാ, പാവങ്ങളുടെ മനസ്സ് വേദനിച്ചു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിൽ. നിന്റെ പുരയിൽ ഒരാൾ വന്നൊരു പാവപ്പെട്ടവൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞു. നിങ്ങൾ സ്വർണത്തിന്റെ ഒരു കപ്പിലാണ് കഞ്ഞിവെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ അവൻ്റെ ആ വെള്ളം കുടിച്ചാൽ കീപ്പിട്ടിറങ്ങോ ആ പാവപ്പെട്ട മനുഷ്യന്? അയാളുടെ മനസ്സ് വേദനിച്ചു പോകില്ലേ? പടച്ചോനെ, എത്ര ആളുകൾ ഇവിടെ പട്ടിണി കിടക്കുന്നു, ഇവനിപ്പോ സ്വർണം പാത്രമാക്കിക്കാണ്ട് വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു പോയില്ലേ? പാവപ്പെട്ട ആളുകളുടെ മനസ്സ് വേദനിക്കും എന്നതാണ് അത് നിരോധിക്കാൻ കാരണമായത്. നമ്മൾ അമിതമായ ആഡംബരങ്ങൾ കാണിച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് അത് മനപ്രയാസം ഉണ്ടാക്കും. എത്രയോ നമ്മുടെ അയൽവശങ്ങളിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാവും, നമ്മളത് പരിഗണിക്കണ്ടേ? ആവശ്യക്കാരായ ആളുകൾ ഉണ്ടാവും, നമ്മളവരെ പരിഗണിക്കണ്ടേ? അവരെ അവഗണിച്ചിട്ട് അമിതമായ ആർഭാടപൂർണമായ ഉപകരണങ്ങൾ ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കി തീർക്കും. അതുണ്ടാകാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്. പുരുഷന്മാരോട് പട്ടുവസ്ത്രം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്, അതൊക്കെ ഹറാമാക്കിയത് അതുകൊണ്ടാണ്. അപ്പൊ അത് ഹറാമാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ നിന്ന് നമ്മളെ പാഠം ഉൾക്കൊണ്ടോണം. വേറെ എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം അതിലുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനാൽ അമിതമായ ആഡംബരങ്ങൾ ഉപേക്ഷിക്കുക, അനാവശ്യമായ പണച്ചെലവുകൾ ഉപേക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുക. എങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിച്ചോ,
എങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ജീവിച്ചോ, എങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സ്വയം കട്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മാതൃകയായിരിക്കാൻ വളരെ വിനീതരായി അല്ലാഹുവിന്റെ മുന്നിൽ താഴ്മ കാണിച്ചു ദുആ ചെയ്തുകൊണ്ടും വല്ലപ്പോഴും ആഹാരം കിട്ടുമ്പോൾ അതിന് അല്ലാഹുവിന് ഹംദ് ചെയ്തുകൊണ്ടും ശുക്ർ ചെയ്തുകൊണ്ടും ജീവിച്ചോ, അതുപോലെ ജീവിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖൈറായിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഖൈർ, അതാണ് ഉത്തമമായിട്ടുള്ളത്. ആ ജീവിത രീതിയാണ് നാം ശീലിക്കേണ്ടത് എന്ന് നിങ്ങളോട് പ്രത്യേകമായി എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്.